ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തിരുമലയ്ക്ക് സമീപം പെരുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷം പരിചയപ്പെടുത്താനാണ്. ഈ കാണുന്ന വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് 3,900 ആണ് നമുക്ക് ഇത് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ് ഈ വീട് വരുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ഫ്രെയിമിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. മുകളിലൊക്കെ നമുക്ക് ചെറിയ ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു വലിയൊരു ഗ്ലാസ് ടൈപ്പിലാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് തുറന്ന് അകത്തോട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ തറ നമുക്ക് കടപ്പ കല്ലാണ് നമുക്കിവിടെ തറ ഇട്ടിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, നല്ലൊരു ഭംഗി നമുക്ക് ഇവിടെ ആ ഒരു പച്ചപ്പ് ഇതും കൂടെ വരുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റിങ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് ഫ്രണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കിവിടെ കിണർ വരുന്നുണ്ട്. കിണറും കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ട് ചെറിയൊരു പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഇവിടെ ഒരു കിണർ വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു കോർണറിൽ അവിടെയും കുറച്ച് ചെടിയൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ടുണ്ട്. സിറ്റ് ഔട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അതിൻ്റെ സ്റ്റെപ്പൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോറിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു വലിയൊരു പ്രീമിയം ഡോറ് പോലത്തെയാണ്. തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ഡോർ ഫുള്ള്. നൈസായിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ കാണുന്നത് നമുക്ക് ലിവിങ് ഏരിയയാണ് വരുന്നത്. 16x15 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ലിവിങ് ഏരിയയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് 2 സീലിംഗ് ഫാൻ ഇട്ടിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ സീലിംഗ് വർക്കൊക്കെ വരുന്നത് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും പ്രൊജക്ടർ ലൈറ്റിംഗ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കർട്ടൻസും ബ്ലൈൻഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയയുടെ TV യൂണിറ്റ് ഇതാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിവിങ് ഏരിയ 16x15 ഡയമെൻഷനിലുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. മൾട്ടിവുഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഇവിടെ കബോർഡുകളും ഇവിടെ ആയിട്ട് ഡ്രോയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫാൻസി ഐറ്റമൊക്കെ നമുക്കിവിടെ സൂക്ഷിക്കാനായിട്ട് ഡ്രോയ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV തന്നെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 12x10 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം. ഈ ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. മുകളിലായിട്ട് റൂഫ് മുകളിലോട്ട് പോകുന്ന സ്റ്റെയറൊക്കെ വരുന്ന ഭാഗമാണ്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് ബേസിങ് കൊണ്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ ടൈപ്പാണ്. ഇതാണ് വാഷ് ബേസിങ് യൂണിറ്റ് വരുന്നത്. താഴോട്ടൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഡിസൈനിങ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പാർട്ടീഷൻ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ കിച്ചൺ നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത് 15x8 ഡയമെൻഷനിലുള്ള 15x8 ഡയമെൻഷനിലുള്ള ഒരു കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചണാണ്. നമുക്കതുകൊണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലിവിങ് ഏരിയ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ടൈപ്പ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിങ് യൂണിറ്റാണ്. ഇതിൽ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിങ് യൂണിറ്റാണ്. പിന്നെ നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള യൂണിറ്റുകളൊക്കെ നമുക്കിവിടെ പലയിടത്തായിട്ട് പവർ യൂണിറ്റും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കബോർഡ്സ് എല്ലാം മൾട്ടിവുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തതാണ്. മുകളിൽ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൻ്റെ വിശേഷം വരുന്നത്. പിന്നെ നമുക്ക് ഈ കിച്ചൻ്റെ നമുക്ക് താഴെ വരുന്നത് ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലാണ്. നമുക്കൊരു വുഡ് ഫിനിഷിങ് പോലെ വരുന്ന ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ വരുന്നത്.
8x6 ഡയമെൻഷനാണ് വർക്ക് ഏരിയയ്ക്ക് വരുന്നത്. ചെറിയൊരു സ്പേസാണ്. കബോർഡ് വർക്ക് ഇവിടെ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. കൂടാതെ ഇവിടെ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ബാക്ക് സൈഡ് ഇവിടെയാണ്. ഇവിടെ ഒരു നനകല്ലും കൂടാതെ ഇവിടെ ഒരു പൈപ്പ് കണക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ റൂഫൊക്കെ ഇട്ടിട്ടുള്ളതായതുകൊണ്ട് മഴയും നനയത്തില്ല. അത്യാവശ്യം ഇവിടെ എന്തെങ്കിലും കീപ്പ് ചെയ്ത് വയ്ക്കാനൊക്കെയുള്ള സ്പേസും പുറകെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കിച്ചനും വർക്ക് ഏരിയയൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, മുകളിലാണ് ബാക്കി നമുക്ക് എല്ലാ ബാക്കി 3 ബെഡ്റൂം വരുന്നത്. 4 BHK ആണ് വീട് വരുന്നത്. അപ്പോൾ നമുക്ക് താഴെയുള്ള ബെഡ്റൂം നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വാൾഡ്രോബ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ളതാണ്. ഇത് ലാമിനേറ്റ് ചെയ്തതാണ്. മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വാൾഡ്രോബ്സാണ്. സൈഡിലായിട്ട് തന്നെ ഒരു മിററും അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു കബോർഡ്, ബാക്കി കാര്യങ്ങൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വാൾഡ്രോബ്സാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. നമുക്ക് PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് മിറർ, വാഷ് ബേസിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. സറയും സൊമാനിയ എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തറയും അതേപോലെ നമുക്ക് ഗ്രിപ്പ് ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഈ ഒരു സ്റ്റെയർ വഴിയാണ് കയറി നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഗ്രാനൈറ്റാണ് നമുക്കിവിടെ കയറാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഹാൻഡ് റെയിൽസ് തടിയിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. ഇവിടെ മുകളിലായിട്ട് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ്. അടുക്കായിട്ട് ഒരു ഫാൻസി ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കിവിടെ വരുന്ന ലിവിങ് ഏരിയ നമുക്ക് 20x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. 20x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ്, അതിൻ്റെ പവർ പോയിൻറ്റും ബാക്കി ഇന്നും ഔട്ട് കണക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് ഒരു വലിയ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് വർക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും കൂടാതെ സ്പോട്ട് ലൈറ്റിങ്ങും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്നൊരു ഡോറ് പുറത്തോട്ട് പോകുന്നത് നമുക്ക് മുകളിൽ സ്റ്റെയർ കയറാനുള്ളതാണ്. അവിടെ നമുക്ക് മുകളിൽ സ്റ്റെയർ കയറാൻ പറ്റും. അപ്പോൾ ബാക്കി ഇവിടെ വരുന്ന 3 ബെഡ്റൂമും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തും 2ഉം 3ഉം അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഓക്കെ, നമുക്കിവിടെ 15x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റിംഗ് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ. പിന്നെ ഇവിടെ 2 വിൻഡോയും ആ ഒരു ഭാഗത്തുമാണ് നമുക്ക് വിൻഡോ വരുന്നത്. അവിടെ ഒരു വലിയൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ കണ്ട അതേ ടൈപ്പ് വാൾഡ്രോബ്സാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മിറർ വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൂമിന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ ബാത്റൂം വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. കീഴിലൊക്കെ നമുക്ക് ടോപ്പ് വരെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മിറർ, വാഷിംഗ് യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്താണ് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 10x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. സീലിംഗ് വർക്ക് നമ്മൾ അപ്പുറത്ത് കണ്ട പോലെയൊക്കെ തന്നെയാണ്.
നമുക്ക് വാൾഡ്രോബ്സ് അതേ സെയിം വലിപ്പത്തിനുള്ള ഒരു വാൾഡ്രോബ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം കൂടെ കാണാം. PVC ഡോർ തന്നെയാണ്, സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ടൈപ്പ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സംഭവങ്ങളും അപ്പുറത്ത് കണ്ട പോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ടൈലും അതുപോലെ ഗ്രിപ്പ് ടൈപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ അവസാനത്തെ ബെഡ്റൂം കൂടെ ഒന്ന് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 10x8 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെയും വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾഡ്രോബ്സാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം വലിയ സ്പേസ് അല്ല. നമുക്ക് ഈ ഒരു ബെഡ്റൂം ചെറിയൊരു സ്പേസ് കുറവാണ്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ഒരു ബാത്റൂമാണ്. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂം വർക്കെല്ലാം നിറം ബാക്കി എല്ലാ സംഭവവും നമ്മൾ അപ്പുറത്ത് കണ്ട പോലെയൊക്കെ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ടൈലും അതേപോലത്തെയൊക്കെ തന്നെ. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. 22x8 ഡയമെൻഷനിലുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നല്ലൊരു ലുക്ക് നമുക്ക് ഈ ഒരു ബാൽക്കണി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഊഞ്ഞാൽ പോലത്തെ ടൈപ്പിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനും നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു നല്ല സ്പേസിൽ കൊടുത്തിട്ടുള്ള ഒരു ഊഞ്ഞാൽ പോലെ കൊടുത്തിട്ടുണ്ട്. തറയും അതുപോലെ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ആണ് വരുന്നത്. ഇവിടെ ഒരു സ്ലൈഡിങ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ വരുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ട് നമുക്കൊരു ഹാൻഡിൽസും സ്റ്റീലിൽ കൊടുത്തിട്ടുള്ള ഇതാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിൽ സ്റ്റെയർ പോകാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് ഇനി പ്രൈസാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 82 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്ന് കാണാവുന്നതാണ്. നെഗോഷ്യബിളായതുകൊണ്ട് നിങ്ങൾക്ക് അത് സംസാരിക്കാം പ്രൈസൊക്കെ. നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വേറെ വീടാണ് നോക്കുന്നതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലുള്ള വീടായാലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും വീടെടുക്കാനായിട്ട് താല്പര്യമുണ്ട് നിങ്ങൾ നോക്കുന്നെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അപ്പം ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.